അട്രാക്ഷൻ്റെ ദുരന്തങ്ങൾ ഇപ്പോൾ പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായത് 10 കൊല്ലം മുന്നേ ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ ആ ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഇത് കണ്ടു. ആ പറയുന്ന നിയമങ്ങളൊക്കെ പാലിച്ചു വീട് അന്വേഷണവും തുടങ്ങി. പക്ഷെ അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വീട് വേണം എന്നുള്ളത് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു മറ്റുള്ളവരോട്. അപ്പം അങ്ങനെ കയ്യിലുണ്ടായിരുന്ന സ്വർണം മുഴുവൻ കൊടുത്തു വീട് വാങ്ങിച്ചു. പക്ഷേ വീട് പെരതാമസം കഴിഞ്ഞിട്ട് പിന്നെയാണ് അറിയണത് ഫ്രണ്ടിലെ കട്ടല പോയി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിലെ കട്ടലയും പോയി. അപ്പോൾ ആ വീട് തന്ന ആൾ ഫ്രണ്ടിലെ കട്ടലയടക്കം നമുക്ക് ചെതലരിച്ചാണ് തന്നത്. പിന്നെ കയ്യിലുണ്ടായിരുന്ന സ്വർണം മുഴുവൻ പോയി. സ്വർണത്തിനാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്കറിയാലേ 10 കൊല്ലം കൊണ്ടാണ് ഇതുപോലെ വില കൂടിയെന്ന്. അപ്പോൾ അന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ് ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് നല്ലതല്ല എന്ന്. കാരണം അന്ന് പ്രകൃതിയുടെ നിയമങ്ങൾ അറിയില്ല, ആത്മാവിൻ്റെ ഇഷ്ടത്തിനാണ് നടക്കേണ്ടതെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ പോസിറ്റീവാവുക പോസിറ്റീവാണെന്ന് മാത്രം